നെറ്റ്ഫ്ലിക്സിലെ വിഖ്യാതമായ സ്ട്രേഞ്ചർ തിങ്സ് എന്ന പരമ്പര കാണാത്തവരായി ഇന്ന് സൈബർ ലോകത്ത് ആരുമുണ്ടാകില്ല. അതിലെ കൗതുകമുണർത്തുന്ന സംഭാഷണങ്ങൾ കൊണ്ടും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ കഥാപാത്രമാണ് ഡസിൻ ഹെൻഡേഴ്സൺ. ഈ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ യുവനടൻ ഗേറ്റൺ മറ്ററാസോ തന്റെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യം ലോകത്തോട് വെളിപ്പെടുത്തിയപ്പോൾ അത് പലർക്കും അത്ഭുതവും ഒപ്പം വലിയൊരു പ്രചോദനവുമായി മാറി. സിനിമയിലോ സീരീസിലോ ഉള്ള ഒരു പ്രത്യേകത എന്നതിലുപരി തന്റെ ശരീരത്തെ ബാധിച്ച ക്രീഡോക്രേനിയൽ ഡിസ്പ്ലേസിയ എന്ന അപൂർവ ജനിതക രോഗത്തെക്കുറിച്ചാണ് മറ്ററാസോ മനസ്സ് തുറക്കുന്നത്. വൈകല്യങ്ങളെ ഒളിച്ചു വെക്കാതെ അവയെ സത്വത്തിന്റെ ഭാഗമായി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ലോകത്തെ കീഴടക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ 23-കാരൻ. CCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ അവസ്ഥ ഒരു അപൂർവ ജനിതക തകരാറാണ്. പ്രധാനമായും അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയെയാണ് ഇത് ബാധിക്കുന്നത്. ശരീരത്തിലെ അസ്ഥികൾ പൂർണ്ണമായി വളരാതിരിക്കുകയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ എത്തുന്നതിന് മുൻപേ വളർച്ച നിലയ്ക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണിത്. നമ്മുടെ ശരീരത്തിൽ തോൾ ഭാഗത്ത് കാണപ്പെടുന്ന ക്ലാവിക്കൽ അഥവാ കോളർ ബോണുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ അസ്ഥികൾ ഭാഗികമായോ പൂർണ്ണമായോ ഇല്ലാത്ത അവസ്ഥ CCD ബാധിതരിൽ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഫലമായി തോളുകൾ അസാധാരണമാം വിധം അടുത്തേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. ഇത് കേവലം ഒരു ശാരീരിക പ്രത്യേകത എന്നതിലുപരി ശരീരത്തിന്റെ ഘടനയെയും ചലനങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ RUNX2 എന്ന ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. അസ്ഥികളുടെയും എല്ലുകളുടെയും രൂപീകരണത്തിന് നിർദ്ദേശം നൽകുന്ന പ്രധാന ജീനാണിത്. പല്ലുകളുടെയും എല്ലുകളുടെയും രൂപീകരണത്തിന് നിർദ്ദേശം നൽകുന്ന പ്രധാന ജീനാണിത്. അതിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും ശരീരത്തിന്റെ സ്വാഭാവികമായ വളർച്ചാക്രമത്തെ തകിടം മറിക്കുന്നു. മറ്ററാസോയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പല്ലുകളുടെ വളർച്ചയെയാണ് ഈ രോഗം കാര്യമായി ബാധിച്ചത്. സീരീസിന്റെ ആദ്യ സീസണുകളിൽ അദ്ദേഹത്തിന്റെ പല്ലുകൾ കാണാത്തത് മേക്കപ്പിന്റെ ഭാഗമായാണ് എന്ന് കരുതിയവർക്ക് മുന്നിലേക്കാണ് അത് തന്റെ ജന്മനാ ഉള്ള അവസ്ഥയാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത്. സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് അതിന്റെ നിർമ്മാണ ചെലവ് കൊണ്ടും ലോകമെമ്പാടുമുള്ള സ്വീകാര്യത കൊണ്ടും ശ്രദ്ധേയമാണ്. ഏകദേശം 4220 കോടി രൂപ അഥവാ $470 മില്യൺ മുടക്കി നിർമ്മിച്ച ഈ ബ്രഹ്മാണ്ഡ സീരീസിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ഡസർ ബ്രദേഴ്സ് മറ്ററോഡോയുടെ ഈ ശാരീരിക അവസ്ഥയെ തള്ളിക്കളയുന്നതിന് പകരം അതിനെ കഥയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. സാധാരണഗതിയിൽ ഹോളിവുഡ് പോലുള്ള ഗ്ലാമർ ലോകത്ത് ശാരീരിക മികവുകൾക്ക് മാത്രം പ്രാധാന്യം ലഭിക്കുമ്പോൾ ഒരു നടന്റെ യഥാർത്ഥ ശാരീരിക അവസ്ഥയെ കഥാപാത്രത്തിന്റെ സ്വഭാവമായി മാറ്റിയത് വിപ്ലവകരമായ തീരുമാനമായിരുന്നു. സീരീസിലെ തന്റെ കഥാപാത്രമായ ഡസിനും CCD ബാധിതനാണ് എന്ന് കാണിക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് മറ്ററാഡോ നൽകിയത്. പല്ലുകൾ ഇല്ലാത്തതിന്റെ പേരിലോ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തിന്റെ പേരിലോ പരിഹസിക്കപ്പെടുന്നവർക്ക് തങ്ങളെ പോലെയുള്ള ഒരാൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു നായകനായി മാറുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന ഊർജം ചെറുതല്ല. തന്റെ പല്ലുകൾ വരാനായി വർഷങ്ങളോളം കാത്തിരിക്കുന്നതും പിന്നീട് നടന്ന ശസ്ത്രക്രിയകളും മറ്ററാഡോ തന്റെ അഭിമുഖങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. പല്ലുകൾ എന്നത് കേവലം സൗന്ദര്യത്തിന്റെ പ്രശ്നമല്ല എന്നും അത് നമ്മുടെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തിന്റെയും ഭാഗമാണ് എന്നും അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് CCDയുടെ ലഘുവായ രൂപം മാത്രമേ ഉള്ളൂ എന്ന് മറ്ററാസോ വിനയപൂർവ്വം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ രോഗം ബാധിച്ച പലർക്കും താടിയിലും ഇടുപ്പിലും വളരാത്തതുമൂലം കടുത്ത ശാരീരിക വേദനയും ചലന പരിമിതികളും അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത്തരം വ്യക്തികൾ നേരിടുന്ന വെല്ലുവിളികൾ തന്റേതിനേക്കാൾ വലുതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പലപ്പോഴും ശാരീരിക വൈകല്യമുള്ളവർ വിദ്യാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ബുള്ളിയിങ്ങിന് ഇരയാകാറുണ്ട്. എന്നാൽ തനിക്ക് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും കരുത്തിന്റെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച മികച്ച സാഹചര്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യ ശരീരം എന്നത് ഒരു അളവുകോലിൽ വാർത്തെടുത്ത ഒന്നല്ല എന്ന വലിയ സത്യമാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക പ്രത്യേകതകളോടെ തന്നെ സുന്ദരമാണ് എന്നും ഒരു ജനിതക രോഗത്തിനും ഒരാളുടെ സ്വപ്നങ്ങളെ തടയാൻ കഴിയില്ല എന്നും അദ്ദേഹം തെളിയിച്ചു. താൻ രോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സഹതാപം പിടിച്ചു പറ്റാനല്ല, മറിച്ച് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു കൈത്താങ്ങാകാനാണ് എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ജനിതക രോഗമായതിനാൽ ഈ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ നിലവിൽ ചികിത്സകളൊന്നുമില്ല.
എങ്കിലും കൃത്യമായ ശസ്ത്രക്രിയകളിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. പല്ലുകളുടെ നിര തെറ്റുന്നതും പുതിയ പല്ലുകൾ വരാത്തതും പരിഹരിക്കാൻ ദന്തശസ്ത്രക്രിയകൾ ആവശ്യമായി വരും. അദ്ദേഹം തന്നെ തന്റെ പല്ലുകളുടെ വളർച്ചയ്ക്കായി നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായിട്ടുണ്ട്. അസ്ഥികളുടെ ബലക്കുറവ് പരിഹരിക്കാൻ കാൽസ്യം സപ്ലിമെന്റുകളും മറ്റും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഇത്തരം വ്യക്തികൾക്ക് ആവശ്യം സമൂഹത്തിന്റെ പിന്തുണയും അംഗീകാരവുമാണ്. മറ്ററാസോയുടെ തുറന്നു പറച്ചിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. CCD എന്ന അസുഖം ബാധിച്ചവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ പ്രശസ്തി ഒരു നല്ല കാര്യത്തിനായി ഉപയോഗപ്പെടുത്തുക എന്ന ഉന്നതമായ ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഒരു മികച്ച കലാകാരനാക്കി മാറ്റുന്നത്. തന്റെ പരിമിതികളെ തന്റെ കരുത്താക്കി മാറ്റിയ ഈ നടൻ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയ പ്രചോദനം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒളിച്ചുവെക്കലുകളല്ല, മറിച്ച് തുറന്ന പറച്ചിലുകളാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നാണ്. ഒരു ലോക പ്രശസ്ത സീരീസിലെ നായകനായി ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ശാരീരിക പരിമിതികളെ കുറിച്ച് സംസാരിക്കാൻ കാണിച്ച ആർജവം അഭിനന്ദനാർഹമാണ്. തനിക്ക് രോഗമുണ്ട് എന്ന് പറയുന്നതിൽ നാണക്കേടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്റെ ലോകമെമ്പാടുമുള്ള ഭിന്നശേഷിക്കാർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. പല്ലില്ലാത്ത ഗസിന്റെ ആ ചിരി ഇന്ന് ലോകത്തിന് കേവലം ഒരു തമാശയല്ല, മറിച്ച് അതിജീവനത്തിന്റെ അടയാളമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.